മോട്ടറോള അടുത്തിടെ 2 ഇടിവെട്ട് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിരുന്നു. മോട്ടറോള എഡ്ജ് 20 ഫ്യൂഷനും മോട്ടറോള എഡ്ജ് 20. അതിനകത്ത് മോട്ടറോള എഡ്ജ് 20 ഫ്യൂഷൻ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു ഫോണിൻ്റെ വീഡിയോയ്ക്ക് 1,00,000-ലധികം കാഴ്ചക്കാരാണ് വന്നത്. ആ ഒരു നമ്പർ ഓഫ് വ്യൂസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ വിജയമാണ്. സത്യത്തിൽ അത്രയധികം ആൾക്കാർക്ക് ആ ഒരു ഫോണോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്രയധികം വ്യൂസ് വന്നതെന്ന് ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ മോട്ടറോള പുറത്തിറക്കിയ മറ്റൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു മോട്ടറോള എഡ്ജ് 20. എഡ്ജ് 20 ഫ്യൂഷനേക്കാൾ കുറച്ചുകൂടെ പ്രീമിയം സ്മാർട്ട് ഫോണാണ് എഡ്ജ് 20. ആക്ച്വലി ഈ ഒരു എഡ്ജ് 20യുടെ വീഡിയോ ചെയ്യാൻ ഇതുവരെ നമുക്ക് സമയം കിട്ടിയില്ല. സത്യസന്ധമായിട്ട് പറയാം, ഒരുപാട് പ്രോഡക്റ്റുകളുടെ തിരക്കുകൊണ്ട് സമയം കിട്ടാതെ പോകുന്നതാണ്. 2 ആഴ്ചയായി സത്യത്തിൽ ഈ ഒരു എഡ്ജ് 20 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. പക്ഷേ ആ ഒരു 2 ആഴ്ച കാലമായിട്ട് ഞാൻ സിം കാർഡ് ഇട്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എഡ്ജ് 20 ആണ്. കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു എഡ്ജ് 20 എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ എഡ്ജ് 20യുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് താമസിച്ചുള്ളൊരു സോറി ആദ്യം പറയട്ടെ. ഇപ്പോഴിതാ മോട്ടറോള അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ഒരു പ്രോ വേരിയൻ്റ് ഇറക്കിയിരിക്കുന്നു, മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന പേരിൽ. അപ്പോൾ എഡ്ജ് 20 സീരീസിലെ 3ാമത്തെ സ്മാർട്ട് ഫോണാണ് എഡ്ജ് 20 പ്രോ എന്ന് പറയേണ്ടി വരും. ഇതാണ് ഈ 3 ഫോണുകൾ, ദാറ്റ് മീൻസ് എഡ്ജ് 20 ഫ്യൂഷൻ, എഡ്ജ് 20, ദെൻ എഡ്ജ് 20 പ്രോ. ഈ 3 ഫോണുകളിൽ ഏറ്റവും പ്രീമിയം ഫോൺ എന്ന് പറയുന്നത് എഡ്ജ് 20 പ്രോ തന്നെയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം മോട്ടോറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള മോട്ടോ എഡ്ജ് 20 പ്രോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പിക്കലായിട്ടുള്ള മോട്ടോറോളയുടെ ബോക്സിനകത്ത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. നേരത്തെയുള്ള കുറച്ചുകൂടി ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ വരുന്ന മോട്ടോറോള ബോക്സ് ഒട്ടും മനോഹരമല്ലെന്ന് പറയട്ടെ. പക്ഷേ ഈ ഒരു പ്രീമിയം ലെവൽ ഫോണുകളിലേക്ക് എത്തിയപ്പോൾ ബോക്സ് കുറച്ചുകൂടിയൊക്കെ ബോക്സ് ഒരു വൃത്തി വെച്ചു എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. പക്ഷേ ഫോൺ ഒരു രക്ഷയില്ല, ബോക്സിനകത്തല്ല കാര്യം. ഫോൺ ഈ പറഞ്ഞ മോട്ടോ എഡ്ജ് 20 ഒക്കെ അതിമനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവയ്ക്കുന്നത്. എനിവേ ഇത്തരമൊരു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ ഇരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ മോട്ടോറോള ടിപ്പിക്കലായിട്ട് ഇത്തരത്തിൽ കേസ് ഇട്ടാണ് വരുന്നത്. ഫോൺ മാറ്റി വയ്ക്കാം, വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ, പക്ഷേ വളരെ കുഞ്ഞ് ചാർജറാണ്. സാധാരണ ഫോണുകളോടൊപ്പമൊക്കെ 30 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ബ്രിക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ 30 വാട്ടിൻ്റെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചാർജറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 30 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് ലേറ്റസ്റ്റ് ട്രെൻഡ്. എന്തായാലും മോട്ടോറോളയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ചാർജിങ്ങിനായിട്ട് ഓഫ് കോഴ്സ് USB ടൈപ്പ് സി ചാർജിങ് പോർട്ട് തന്നെ ആയിരിക്കും. ടൈപ്പ് സി എൻഡാണ്, അപ്പോൾ 2 എൻഡും ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു സിം ഇജക്ടർ പിന്നും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കേസൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയാണ് മോട്ടോറോള ഈ ഒരു സ്മാർട്ട് ഫോൺ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് കേസ് ആദ്യം ഒഴിവാക്കാം. വളരെ ഫിറ്റായിട്ടിരിക്കുകയാണ് കേസ്, അതുകൊണ്ട് തന്നെ നല്ല ഒരു പെർഫെക്റ്റ് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന് നൽകും. അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ. ഓക്കെ, ഈ മോട്ടോ എഡ്ജ് 20 കണ്ടില്ലേ, അതിനൊക്കെ സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. കുറച്ചുകൂടി ഒരു സ്ലീക്കാണെന്ന് തോന്നുന്നു എഡ്ജ് 20 പ്രോ. നല്ല രസമുണ്ട്. ഇത് ഗ്ലാസ് ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 ക്യാമറകൾ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒന്ന് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ക്യാമറയാണ്, അതൊരു ടെലിഫോട്ടോ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു മോട്ടോറോളയുടെ ഒരു ലോഗോ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈൻ, നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. ചില ഫോണുകളിലൊക്കെ കാണുന്ന പോലെയുള്ള രീതിയല്ല, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ, കണ്ടാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇവിടെ 108 MB എന്ന് ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. പ്രൈമറി ക്യാമറ വന്നിട്ട് 108 MB ആണ്. ഇനി ഇതിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കേഴ്സ് ഇവിടെ ഇതുപോലെ കൊടുത്തിരിക്കുന്നു. പവർ ബട്ടൺ, ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. ഇവിടെ സ്പീക്കർ ഗ്രില്ല്, മൈക്രോഫോൺ, അതുപോലെ USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സിം ട്രേ. ഇടത് സൈഡിൽ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്യൂർ ആൻഡ്രോയിഡ് ഫോണാണ് ഈ മോട്ടോറോള ഇറക്കുന്ന ഫോണുകളെല്ലാം. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ മോട്ടോറോള ഫോണുകൾ കാണാറുണ്ട്. മുകളിൽ ഇത്തരത്തിലൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു സിം ട്രേ എങ്ങനെയാണ് എന്ന് നോക്കാം. ഉറപ്പാണ് ഇത് ഡ്യുവൽ നാനോ ആയിരിക്കും, കാരണം മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. നമ്മൾ കാണാറുള്ള പ്രീമിയം ഫോണുകൾ പലപ്പോഴും ഈ ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കാറേ ഇല്ല. 2 നാനോ സിം കാർഡുകളാണ് ഇതിനകത്ത് ഇടാൻ സാധിക്കുക. ഇത്രയും നേരം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് ഓൺ ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് പരിശോധിക്കാം. ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റിംഗ് ടോണും നോട്ടിഫിക്കേഷൻ ടോണും
അത് മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് നമുക്ക് കിട്ടിയാൽ ഉടൻ തന്നെ മാറ്റിക്കോണം. എൻ്റെ ഒരു പേഴ്സണൽ ഇത് കണ്ട ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ വലിയ പോറലുകളൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് വെറും തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. 7.9 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. വെയിറ്റും അധികമില്ല, വെറും 190 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫ്രണ്ട് ഗ്ലാസും 2.5D കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോറലുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ആൻറ്റി ഫിംഗർ കോട്ടിംഗ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. എൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. മൊത്തത്തിൽ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ സെറ്റപ്പുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എഡ്ജ് 20 സീരീസ് ഫോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫോണുകളുടെ ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് കളർ ഡിസ്പ്ലേയുമായിട്ടാണ് എഡ്ജ് 20 സീരീസ് ഫോണുകളെല്ലാം വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന പല സ്മാർട്ട് ഫോണുകളും 8 ബിറ്റ് ആണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ. ഇത് 10 ബിറ്റാണ്. അതായത് സാധാരണ 8 ബിറ്റിൽ 1 മില്യൺ കളേഴ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ 10 ബിറ്റിൽ 1 ബില്യൺ കളേഴ്സ് കാണിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കളർ ആക്യുറസി എന്ന് പറയുന്നത് പക്കയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഈ ബ്ലാക്ക് കളർ കാണുന്നതില്ലേ, ഇത്രയും പ്യുവർ ബ്ലാക്ക് ആയിട്ട് വേറെ ഏത് ഫോണിൽ കാണും? എനിക്കിതിൻ്റെ ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ എഡ്ജ് സീരീസിലെ ഫോണുകൾ, മോട്ടോറോള ഫോണുകളുടെ ഡിസ്പ്ലേ മാരക ഡിസ്പ്ലേ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്ക്രീൻ സൈസ് വന്നിട്ട് 6.7 ഇഞ്ചാണ്. HDR10+ൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഈ എഡ്ജ് 20 പ്രോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ്. 144 ഹെഡ്സ് ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റിഫ്രഷ് റേറ്റ്. നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ ഫോണുകളിൽ 120 ഹെഡ്സ് വരെ ഉള്ള ഫോണുകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 144 എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫോണിൽ കാണപ്പെടുന്നത്. അപ്പോൾ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അത് എത്രത്തോളം ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം ക്യാമറയുടെ ഫ്രെയിം റേറ്റ് ഇതുമായിട്ട് മാച്ചിങ് ആവില്ല. അതുകൊണ്ട് അപ്പോൾ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമല്ല 576 ഹെഡ്സാണ് ഇതിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ്. എന്താണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആ കൈയുടെ ആ ഒരു ടച്ച് വളരെ ക്വിക്കായിട്ട് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ മാരകമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ഈ ഒരു റിഫ്രഷ് റേറ്റും ഈ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി ചേരുമ്പോൾ എന്ന് വേണം പറയാൻ. അപ്പോൾ ഡിസ്പ്ലേക്ക് 100ൽ 200 മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന പോലെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. ഇതിൻ്റെ പ്രത്യേകത സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മോട്ടോറോള ഫോണുകളുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഇത് പ്യുവർ ആൻഡ്രോയിഡാണ്. ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പം മറ്റ് ബ്രാൻഡിൻ്റെ ഫോണുകൾ വാങ്ങിയാൽ അതും ആൻഡ്രോയിഡ് ആണെങ്കിൽ പോലും ആ ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ചേർക്കാറുണ്ട്. അവരുടെ ആ ബ്രാൻഡിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കൂടുതൽ ലഭിക്കും നമുക്ക്. മാത്രമല്ല വളരെ മികച്ച ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുകയും ചെയ്യും. ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ സൈഡ് ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ അത് എൻറോൾ ചെയ്ത് വളരെ ഫാസ്റ്റാണ്, കണ്ടില്ല, ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ ഈ ഒരു സ്ക്രീൻ ഇത്തരത്തിൽ വേക്കപ്പ് ആവുന്നുണ്ട്. അപ്പോൾ സാധാരണ LCD ഡിസ്പ്ലേ വരുന്ന ഫോണുകളിൽ ഇൻ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് നൽകാൻ സാധിക്കില്ല. LED ഡിസ്പ്ലേ ആണെങ്കിൽ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടോ ഇത് LED ഡിസ്പ്ലേ ആയിട്ടും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ വന്ന പല LED ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് മാറുകയാണോ എന്നൊരു സംശയവും കൂടി അത് തോന്നിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫേസ് അൺലോക്കും ഉണ്ട് ഈ ഒരു ഫോണിനകത്ത്. മറ്റ് ഫീച്ചറുകളെക്കുറിച്ച് പറഞ്ഞാൽ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. മാത്രമല്ല ഇതൊരു 5G സപ്പോർട്ടുള്ള ഫോണാണ്. സാധാരണ പല ബ്രാൻഡുകളും 5G സപ്പോർട്ട് കൊടുക്കുമ്പോൾ 1-2 ബാൻഡ്സ് മാത്രം നൽകും 5Gയുടേത് പേരിന് വേണ്ടി. പക്ഷേ ഇവിടെ 11 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യും. ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ 5G റോൾ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ബാൻഡിലാണ് 5G ലഭിക്കുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല നമ്മൾ നിലവിൽ 5G ഉള്ള ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് യാത്ര ചെയ്താൽ അവിടുത്തെ 5G നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഇത്രയധികം ബാൻഡ്സുകൾ ഇതിനകത്ത് ഉള്ളത് കാരണം. ഈ ഫോണിനകത്തുള്ള വൈഫൈ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് വൈഫൈ 6 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മോഷൻ ജസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്.
വയർലെസ് റെഡി ഫോർ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിനെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ടി വി ഒക്കെ വളരെ ഈസിലി ആയിട്ട് മിറർ ചെയ്തുകൊണ്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫറിങ് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് പെട്ടെന്നുള്ള ഫയൽ ട്രാൻസ്ഫറിങ് ഒക്കെ സാധ്യമാണ്. ബ്ലൂടൂത്ത് വെർഷൻ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് 5.1 ആണ്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ടുണ്ട്. അതുപോലെ FM റേഡിയോ സപ്പോർട്ടില്ല, NFC സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. NFC സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മോട്ടറോള എന്ന ബ്രാൻഡിനകത്ത് എടുത്തു പറഞ്ഞിട്ട് വരും 10,000 രൂപ റേഞ്ചുള്ള ഫോണുകൾ പോലും മോട്ടറോള NFC സപ്പോർട്ട് നൽകി കാണാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മോട്ടോ എഡ്ജ് 20യിൽ ഞാൻ കണ്ട ഒരു കുറവെന്ന് പറയുന്നത് അതിനകത്ത് മോണോ സ്പീക്കറായിരുന്നു. ഇതിനകത്തെങ്കിലും സ്റ്റീരിയോ സ്പീക്കർ വന്നോ എന്നുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കാം. ഇല്ല, ഇതിലും മോണോ സ്പീക്കറാണ് നിരാശപ്പെടുത്തി ആ ഒരു കാര്യത്തിൽ, ആ ഒരു ചെറിയ കാര്യത്തിൽ. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. മോണോ സ്പീക്കർ ആണെങ്കിലും വരുന്ന സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. പിന്നെ എനിക്കിപ്പോൾ തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലൊരു കാര്യം പറയട്ടെ, ഈ വോളിയം റോക്സിനിൽ വളരെ ചെറിയൊരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു ബട്ടൺ. അതുകൊണ്ട് ഈ ഒരു ചെറിയ സൈസ് മാത്രമുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരും. കൂട്ടുന്ന സമയത്ത് നമ്മൾ കുറയ്ക്കുന്ന ഭാഗത്തേക്ക് പ്രസ് ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു കണ്ടപ്പോൾ ഒന്ന് തോന്നിയതാണ്. എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. യെസ്, വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാൽ ഒന്നും പറയാനില്ല. കാരണം AMOLED LED ഡിസ്പ്ലേ, HDR10+ സപ്പോർട്ട്, ഫുൾ HD+ റെസൊല്യൂഷൻ, അതുപോലെ 10 ബിറ്റ് കളർ ആണ് ഈ ഒരു ഫോണിനുള്ളത്. എന്തുകൊണ്ടും നമ്മൾ കണ്ണുകൊണ്ട് എന്താണോ കാണുന്നത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ മെയിൻ. കിഡിലൻ ഡിസ്പ്ലേ, കിഡിലൻ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ പഞ്ച് ഹോളിലാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു സൈസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, അവിടെ പഞ്ച് ഹോൾ ക്യാമറ ഉണ്ട് എന്ന് പോലും അതുകൊണ്ട് ചില കാഴ്ചകൾ നമുക്ക് തോന്നുക പോലുമില്ല. മനോഹരമായിട്ടുള്ള വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് Qualcomm Snapdragon 870 എന്ന 5G പ്രോസസ്സറാണ്. 870 എന്ന പ്രോസസ്സർ വളരെ മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ്. മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസും ഒക്കെ നൽകുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു 870 എന്ന പ്രോസസ്സറും നേരത്തെ നമ്മൾ കണ്ടതുപോലെ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ 576 ഹെഡ്സിൻ്റെ 576 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഗെയിമിങ്ങിനകത്തൊരു മായികമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഒറ്റ വേരിയൻ്റാണ് 8GB റാം, 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻ്റ്. അപ്പോൾ റാം തന്നെ 8GB റാമും ഉണ്ട്, അവിടെയും ഓക്കെയാണ്. മാത്രമല്ല മിക്ക ഫോണുകളിലും ഇപ്പോൾ വരുന്നത് LPDDR4X റാമാണ്. ഇവിടെ LPDDR5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയ റാം. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റാണ് LPDDR4Xനേക്കാൾ. അപ്പോൾ എന്തുകൊണ്ടും പെർഫോമൻസ് ഓക്കെ ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുപോലെ ഫയൽ സ്റ്റോറേജിന് UFS 3.1 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് ഈ ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ്. 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 16 മെഗാ പിക്സൽ 2 ജോലികൾ ചെയ്യും. വൈഡ് ആംഗിളിനും യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ ക്ലോസപ്പ് ഷോട്ട് എടുത്താൽ അത് മാക്രോ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ വൈഡ് ആംഗിളിനും മാക്രോയ്ക്കും ഒറ്റ സെൻസറാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സെൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസാണ്. ഈ ലെൻസ് കൊണ്ട് നമുക്ക് 5 ഇരട്ടി വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്യാം. അതായത് ക്ലാരിറ്റി ഒട്ടും കുറയാതെ നമുക്ക് 5 ഇരട്ടി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ടെലിഫോട്ടോ സെൻസർ കൊണ്ട് സാധിക്കും. അവർക്ക് iPhone 13 Pro Maxൽ പോലും 3x സൂമേ ഒപ്റ്റിക്കലി നൽകിയിട്ടുള്ളൂ. ഇവിടെ ഒപ്റ്റിക്കലി 5x സൂം നൽകിയിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ 50 ഇരട്ടി വരെ നമുക്ക് മാക്സിമം സൂം ചെയ്ത് ഡിജിറ്റലി സൂം ചെയ്ത്, അപ്പോൾ ക്ലാരിറ്റി ലോസ് ഉണ്ടാകും, സൂം ചെയ്തുകൊണ്ടും ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെലിഫോട്ടോ ആണ് ഈ പറഞ്ഞ എഡ്ജ് 20 ഫ്യൂഷനേക്കാളും ഈ ഒരു ഫോൺ എന്നെ കുറച്ചുകൂടി അപ്പർ ആയിട്ട് മുന്നിൽ നിർത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സെൽഫി എടുക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇത്തരത്തിൽ പഞ്ച് ഹോളായിട്ട് 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്നത് പോലെയുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകിയിട്ടുണ്ട്. 8K റെസൊല്യൂഷനുള്ള വീഡിയോകളും നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ക്യാമറ പക്കയാണെന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ഒരു ക്യാമറ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ മോട്ടറോള ഫോണുകളുടെ ക്യാമറ ഇൻ്റർഫേസ് വളരെ മിനിമലിസ്റ്റിക് ആണെന്ന് പറയേണ്ടി വരും. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു മോഡ്, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു മോഡ്. കൂടുതൽ ഡീറ്റെയിൽസിന് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 4500 mAh ബാറ്ററിയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് നെറ്റ് ചുളിക്കും, 5000 mAh ഇല്ലല്ലോ, അത്ര പോലും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം, പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു 4500 mAh ഒരു 5000 mAhൻ്റെത് അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നൽകും. കാരണം മികച്ചൊരു ബാറ്ററി പെർഫോമൻസ് ഈ ഒരു പ്യുവർ ആൻഡ്രോയിഡ് സ്മാർട്ട്
ഫോണുകൾ നൽകും. 30 വാട്ടിൻ്റെ ടർബോ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. വെറും 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് 9 മണിക്കൂർ ഈ ഒരു ഫോൺ ഉപയോഗിക്കത്തക്ക തരത്തിൽ അതിനെ ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഫോണിന് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് കപ്പാസിറ്റി നൽകിയിട്ടുണ്ട്. ചാർജിങ്ങിന് USB Type-C ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുന്ന 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളാണ്. മിഡ് നൈറ്റ് സ്കൈ, ഇരിഡിസെൻ്റ് ക്ലൗഡ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ ഒരു കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് മിഡ് നൈറ്റ് സ്കൈ എന്ന കളർ വേരിയൻ്റാണ്. അടുത്തത് നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് അറിവായിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസിംഗ് ലഭ്യമായിട്ടുണ്ടാവും. ഒന്നുകിൽ ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സ്റ്റേ സേഫ്, ബൈ.